ഈ വർഷം 3 ഇരട്ടിയിലധികം മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിനനുസരിച്ച് പകർച്ചവ്യാധിയും കൂടിയേക്കും. മഴക്കാലക്കെടുതി നേരിടാൻ സാധാരണയായി ഏപ്രിലിൽ തന്നെ മുന്നൊരുക്കം നടത്താറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ വേണ്ടത്ര മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്, ലോക പരിസ്ഥിതി ദിനമാണ്. അന്ന് ഒരു വലിയ പ്രവർത്തനത്തിന് നാട് ഒന്നാകെ, കേരളം ഒന്നാകെ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് കോൾ ചെയ്യുന്നത്. അതിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഒരു വാരാചരണം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് അത് എടുക്കാവുന്നതാണ്. 5-ാം തീയതി കേരളത്തിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഈ ക്ലീനിങ്ങും അതുപോലെ തന്നെ പുനരധിവാസത്തിനുള്ള സൗകര്യമൊരുക്കലും മരുന്നൊരുക്കലും ഒക്കെയായിട്ട് നമുക്ക് നടത്തണം. മഴക്കാലം മുന്നിൽ കണ്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനിച്ചു. കൊതുക് നിവാരണം ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കും. ഇക്കാര്യം ഉറപ്പുവരുത്താൻ മെയ് 31-ന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെയും സാന്നിധ്യത്തിൽ യോഗം ചേരും. ആശുപത്രികളിൽ വേണ്ട അവശ്യ മരുന്നുകളുടെ ലഭ്യത ദ്രുതകാലാടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തും. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളുടെ ക്രമീകരണം പൂർത്തിയാക്കും. പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിൽ നാശനഷ്ടങ്ങൾക്കിരയാകുന്നവർക്ക് ഒരാഴ്ചക്കുള്ളിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കും. മന്ത്രിമാരായ തോമസ് ഐസക്, ഇ ചന്ദ്രശേഖരൻ, കെ ശൈലജ, കെ ജലീൽ, മാത്യു തോമസ്, വി സുനിൽകുമാർ എന്നിവരും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടായിരുന്നു. സർക്കാർ തീരുമാനങ്ങൾ നടപ്പിലായോ എന്ന് നിരീക്ഷിക്കാൻ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യ ഉന്നതതല യോഗമാണ് ഇന്ന് നടന്നത്. മീഡിയ 1 തിരുവനന്തപുരം.